ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 3-ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ യൂണിറ്റ് ടെസ്റ്റ് ആണ്. നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള അപ്പൂപ്പന്താടി എന്നുള്ള യൂണിറ്റിലെ പാഠങ്ങളാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ മരുന്ന് മണ്ണിൻ നമ്പി എന്നുള്ള 2 പാഠങ്ങളുടെ ചോദ്യോത്തരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ എല്ലാം നമ്മൾ യൂണിറ്റ് ടെസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാർ തീർച്ചയായും കാണുക. എല്ലാ ക്ലാസ്സിൻ്റെ ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ മലയാളത്തിൻ്റെ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മലയാളത്തിൻ്റെ യൂണിറ്റ് ടെസ്റ്റിൻ്റെ ക്ലാസ്സുകളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും എല്ലാ സബ്ജക്റ്റിൻ്റെ യൂണിറ്റ് ടെസ്റ്റും അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ പഠിച്ചിട്ടുള്ള മരുന്ന് അതേപോലെ മണ്ണിൻ നമ്പി എന്നുള്ള 2 പാഠങ്ങളുടെ യൂണിറ്റ് ടെസ്റ്റ് ക്ലാസ് ടെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ഈ പാഠത്തിന്റെ ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കാണുക. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. പ്രവർത്തനം 1, ഡയറി എഴുതുന്നതാണ് ഒന്നാമത്തെ പ്രവർത്തനം. മരുന്ന് എന്ന കഥ വായിച്ചില്ലേ? കുഞ്ഞിപ്പൂമ്പാറ്റയുടെ ഡയറി എഴുതുക. അതായത് അന്നേ ദിവസം കുഞ്ഞിപ്പൂമ്പാറ്റ നമ്മൾ കഥ തുടങ്ങുന്നുണ്ട് അല്ലേ, കുഞ്ഞിപ്പൂമ്പാറ്റ കണ്ടത് എന്താണ് എന്നുള്ള ആ സ്റ്റോറി തുടങ്ങുന്നുണ്ടല്ലോ. അപ്പൊ അന്നേ ദിവസത്തെ കുഞ്ഞിപ്പൂമ്പാറ്റയുടെ ഡയറിയാണ് എഴുതേണ്ടത്. 6 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ ഡയറി. രണ്ടാമത്തെ പ്രവർത്തനം, മരുന്ന് എന്ന കഥയിലെ നിങ്ങളുടെ ഇഷ്ട കഥാപാത്രം ആരാണ്, എന്തുകൊണ്ട്? അപ്പൊ ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ട് അല്ലേ ആ കഥയില്. അപ്പൊ അതില് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണ്, എന്തുകൊണ്ടാണ് ആ കഥാപാത്രം ഇഷ്ടമാവാനുള്ള കാരണം എന്താണെന്നാണ് എഴുതേണ്ടത്. മനസ്സിലായില്ലേ? 4 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രവർത്തനം 3, മരുന്ന് എന്ന കഥയിലെ സുന്ദരി മുല്ലയെ ഓർമ്മയില്ലേ? തീർച്ചയായിട്ടും അല്ലേ, പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു സുന്ദരി മുല്ല. അവളുടെ കണ്ണിന്റെ ദീനമെല്ലാം മാറി. അതോടെ അവൾ അഹങ്കാരവും ഇല്ലാതായി. ഇപ്പോൾ എല്ലാവരും അവളുടെ സുഹൃത്തുക്കളാണ്. അവൾ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായ ചെമ്പകപ്പൂവിന് ഒരു കത്തെഴുതുകയാണ്. സുന്ദരി മുല്ലയുടെ കത്ത് തയ്യാറാക്കുക. അതായത് വളരെ അഹങ്കാരിയായിരുന്നു അല്ലേ ആദ്യം കഥയുടെ തുടക്കത്തിൽ സുന്ദരി മുല്ല. പക്ഷെ അവളുടെ അസുഖം എല്ലാം മാറി. അവൾക്ക് അസുഖം കണ്ണിന്റെ ദീനമൊക്കെ മാറിയപ്പോൾ അവളുടെ അഹങ്കാരമൊക്കെ കുറഞ്ഞു. അപ്പൊ അവൾ എന്ത് ചെയ്യണം? അവളുടെ അസുഖം വന്നതും ആരാണ് അവളെ സഹായിച്ചതും എങ്ങനെയാണ് അവളുടെ അസുഖം മാറിയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് അവളുടെ കൂട്ടുകാരി, അവളുടെ സുഹൃത്തായ ചെമ്പകപ്പൂവിനാണ് ഒരു കത്ത് എഴുതുന്നത് കേട്ടോ. അപ്പൊ ആരാണ് കത്ത് എഴുതുന്നത്? സുന്ദരിമുല്ല. ആർക്കാണ് കത്ത് എഴുതുന്നത്? ചെമ്പകപ്പൂവിന്. 5 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്തത് 4-ാമത്തെ പ്രവർത്തനം, നിങ്ങൾ എപ്പോഴെങ്കിലും മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവം എഴുതുക. അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ സഹായിക്കാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ടോ, ആരെയാണ് സഹായിച്ചത്, എന്തായിരുന്നു ആ അനുഭവം, എന്തായിരുന്നു എന്നുള്ള ഒരു അനുഭവ കുറിപ്പാണ് ഇവിടെ എഴുതേണ്ടത്. 5 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്ത പ്രവർത്തനം, നെക്സ്റ്റ് പ്രവർത്തനം 5-ാമത്തെ പ്രവർത്തനമാണ് കേട്ടോ. അവിടെ 4 തന്നെ എഴുതിയിരിക്കുന്നത്. 5-ാമത്തെ പ്രവർത്തനമാണ്, മണ്ണിൻ നമ്പി എന്ന നാടൻ പാട്ടിന്റെ ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ എല്ലാവരും മണ്ണിൻ നമ്പി എന്നുള്ള പാഠത്തിന്റെ ക്ലാസ് കാണുമെന്ന് കരുതുന്നു. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എടുത്ത് ക്ലാസ് കണ്ടു നോക്കുക. നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ചോദ്യോത്തരങ്ങളുടെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മണ്ണിൻ നമ്പി അതൊരു നാടൻ പാട്ടാണെന്ന് അറിയാലോ അല്ലെ. അപ്പൊ നാടൻ പാട്ടിന് ഒരു ആസ്വാദനക്കുറിപ്പാണ് തയ്യാറാക്കേണ്ടത്. മനസ്സിലായല്ലോ? 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 5 പ്രവർത്തനങ്ങളായിരുന്നു നമ്മുടെ ഇന്നത്തെ യൂണിറ്റ് ടെസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ യൂണിറ്റ് ടെസ്റ്റിന്റെ ക്ലാസ്സുകളൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. കാരണം നിങ്ങൾക്ക് ഒരുപാട് യൂസ് ആവുന്ന, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ പലരും പറഞ്ഞു ക്വസ്റ്റ്യൻസ് ഒരുപാട് ടഫ് ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. കാരണം എക്സാമിന് നമ്മൾ 2-ാം ക്ലാസ്സിൽ പഠിച്ച പോലെ, 1-ഉം 2-ാം ക്ലാസ്സിലും ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും സെക്കൻഡ് സ്റ്റാൻഡേർഡിലും പഠിച്ച പോലത്തെ ചോദ്യങ്ങളല്ല 3-ാം ക്ലാസ്സിൽ എഴുതാൻ വരിക. കുറച്ചും കൂടെ വലിയ ചോദ്യങ്ങളൊക്കെ എഴുതാൻ വരും. അതുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിന്റെ ചോദ്യോത്തരങ്ങളും ഇതുപോലെ യൂണിറ്റ് ടെസ്റ്റും ക്ലാസ് ടെസ്റ്റിന്റെ ഒക്കെ നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. ഏതെങ്കിലും ചാപ്റ്റേഴ്സിന്റെ യൂണിറ്റ് ടെസ്റ്റ് നമ്മൾ ഇതുപോലെ ഇടാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം, കമന്റ് ചെയ്യാം. തീർച്ചയായും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. ആ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് ലേറ്റ് ആയാലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അതായത് ക്ലാസ് ഇഷ്ടമായി കാണുന്ന കരുതുന്നു. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്